ഇവിടെ കോൺഗ്രസിൻ്റെ നിലപാടെന്താണ് ശ്രീ NPC? ഞാൻ അക്കാലത്തെ പത്രവാർത്തകൾ എൻ്റെ കയ്യിലുണ്ട്. അക്കാലത്തെ പത്രവാർത്തകൾ ഞാൻ എടുത്തു വെച്ചിരിക്കുകയാണ്. കോൺഗ്രസിൻ്റെ നിലപാടെന്താണ്? ഇവിടെ ശിവപ്രസാദിനെ RSSൻ്റെ സംഘപരിവാറിൻ്റെ ആയുധമായി ചട്ടുകമായി ടെക്നോളജിക്കൽ യൂണിവേഴ്സിറ്റിയിലേക്കും നിയമവിരുദ്ധമായി സിസ തോമസിനെ ഡിജിറ്റൽ യൂണിവേഴ്സിറ്റിയിലേക്കും അപ്പോയിൻ്റ് ചെയ്തപ്പോൾ കോൺഗ്രസ് നിശബ്ദമാണ്. അക്കാലത്ത് ലീഗിൻ്റെ ചില പ്രതികരണങ്ങളൊക്കെ നമുക്ക് വാർത്തയിൽ കാണാൻ കഴിയും. പ്രതികരണങ്ങൾക്ക് അപ്പുറമൊന്നും അവർ നടത്തിയില്ല. പക്ഷേ കോൺഗ്രസ് എന്ന നിലപാട് സ്വീകരിച്ചു, UDF എന്ന നിലപാട് സ്വീകരിച്ചു. ഇപ്പോൾ കേരള യൂണിവേഴ്സിറ്റിയിൽ അടക്കമുണ്ടായ അധികാര കയ്യേറ്റത്തിൽ ചാൻസലറും അതോടൊപ്പം അദ്ദേഹത്തിൻ്റെ ഭാഗമായി പ്രവർത്തിക്കുന്ന വൈസ് ചാൻസലർ മോഹനൻ കുന്നുമേലും നിയമവിരുദ്ധമായി പ്രവർത്തിക്കുമ്പോൾ അതിനെ ചൂണ്ടിക്കാണിക്കാൻ കേരളത്തിലെ UDFനോ കേരളത്തിലെ കോൺഗ്രസിനോ സാധിക്കുന്നുണ്ടോ? അവർ രണ്ട് വള്ളത്തിൽ കാല് പിന്നെ വെച്ച് പോകുന്ന സാഹചര്യമല്ലേ കേരളത്തിൽ ഉണ്ടാകുന്നത്? ഇതിനോട് ശ്രീ VD സതീശൻ്റെ പ്രതികരണം എടുക്കണം. ശ്രീ NPC കേരളത്തിലെ മീഡിയ VD സതീശൻ്റെ പ്രതികരണം എടുക്കണം, കോൺഗ്രസിൻ്റെ പ്രതികരണം എടുക്കണം. എന്താ പ്രതികരണം? നിയമവിരുദ്ധമായി രണ്ടുപേരെ അപ്പോയിൻ്റ് ചെയ്തപ്പോൾ എന്തായിരുന്നു നിങ്ങൾ എന്തു പ്രതികരിച്ചു? സിംഗിൾ ബെഞ്ചിൻ്റെ വിധി വന്നപ്പോൾ എന്ത് പ്രതികരണം നടത്തി? ഡിവിഷൻ ബെഞ്ചിൻ്റെ വിധി വരുമ്പോഴെങ്കിലും പ്രതികരണം നടത്തണ്ടേ?